ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുന്നുമേക്കാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വട്ടിന് പകരം വേറൊരു വട്ട് അല്ലേ? അതെ, ഈ വട്ടിനെ സ്നേഹം എന്ന് പറയുക. പണ്ട് ഞാനും അവനും കൂടി ഒന്നിച്ച് പാടത്തിരിക്കുമ്പോ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെയും കൂട്ടി പാടത്തിന്റെ നടുക്ക് വന്നിരിക്കുമെന്ന്. അതിനാ നമ്മൾ വന്ന്, അല്ലാതെ ഫോൺ തിരയാനൊന്നുമല്ല. ഭയങ്കര അമ്മാവനോട് നമ്മൾ രണ്ടുപേരും കൂടി പാടത്തിന്റെ നടുവിൽ പോയി ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ടാ ഫോണിന്റെ കാര്യം പറഞ്ഞത്. ഭയങ്കര ആള് തന്നെ. എന്റെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നടത്തിയെടുക്കണ്ടേ? നമുക്ക് ആ പാടത്തിന്റെ അവിടെ പോയിരിക്കാം. വാ. എന്താ ഇത്? ഇത് എന്ത് വേഷം കിട്ടാ ഇത്? വേഷം കിട്ടോ? എന്ത് വേഷം കിട്ട്? ഈ പാട്ടും മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള ഒരു ഒരുങ്ങലും എനിക്കിതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. എടോ, താനിപ്പൊ എന്നെ ഒന്ന് നോക്കി. എന്താ പ്രത്യേകിച്ച്? ഇപ്പൊ എന്നെ കണ്ടാലേ ഒരു 10-20 വയസ്സ് കുറഞ്ഞ പോലെ തോന്നില്ലേ? ഓ, ഒരു 20 വയസ്സേ ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് രഘുവേട്ടന്റെ വയസ്സാണെന്ന് എനിക്ക് മനസ്സിലായില്ല. താൻ ഇത്രയ്ക്ക് ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ആളാന്ന് എനിക്കറിയില്ലായിരുന്നു. എടോ, ഈ പ്രായം എന്നൊക്കെ പറയുന്നേ നമ്മുടെ മനസ്സിന്റെ അളവാ. നമുക്ക് പ്രായമായിട്ടില്ലെന്ന് നമ്മളങ്ങ് ചിന്തിച്ച നമുക്ക് പ്രായമേ ആവില്ല. ഓ, നല്ല കാര്യം. ഇത്തരം അറിവുകളെ രഘുവേട്ടൻ മാത്രം കൊണ്ടു നടന്നാ മതിയോ? നാട്ടുകാർക്കും കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? അവരും പ്രായമാവാതെ ജീവിക്കട്ടെന്നേ. എന്താ കാണിക്കുന്ന? ആരെങ്കിലും കേൾക്കും കേട്ടോ. ഒന്ന് പോയ ഇവിടുന്ന് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. പിന്നെ ഇവിടെ ആരുടെ മുമ്പിൽ നാണം കെടാനിപ്പേ? ഇവിടെ ഞാനും തന്നെ മാത്രമല്ലേ ഉള്ളൂ. അപ്പുറത്ത് ശരവണനുണ്ട്, അവനൊക്കെ മനസ്സിലാവില്ലേ? മനസ്സിലായിക്കോട്ടെ. അതെ ഹരി, നോക്ക്, ആരെങ്കിലും വന്ന് കണ്ടാലേ ഭ്രാന്താണെന്ന് പറയും. അതിനെന്താ, പറഞ്ഞോട്ടെ. ഒരു കുഴപ്പമില്ലേ? യാതൊരു കുഴപ്പമില്ല. ഈ പാടത്തിന്റെ ഭംഗിയിൽ തന്നെ നോക്കിയിരിക്കാൻ എന്ത് രസാണെന്നറിയോ? തന്നെക്കുറിച്ച് ഓർത്തപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ പാടത്തിന്റെ നടുവിലായിരുന്നു. വരമ്പിലിരുന്ന കിനാവ് കാണുകയായിരുന്നു. നമ്മൾ ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ. ദൂരെയൊന്നും പോവാറില്ല, ഇതുപോലൊരു പാടത്ത് തന്നെ. കുന്നുമേക്കാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വട്ടിന് പകരം വേറൊരു വട്ട് അല്ലേ? അതെ, ഈ വട്ടിനെ സ്നേഹം എന്ന് പറയുക. നമുക്കിങ്ങനെ കുട്ടിപ്രാന്തൊക്കെ മനസ്സിലാലോചിച്ച് അതൊക്കെ നടത്തിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ വലിയ വലിയ സ്വപ്നങ്ങളും വേണ്ട, അതിന് പുറകെയുള്ള യാത്രകളും വേണ്ട. എന്താ?
ഇന്ന് മാത്രമേ ഉള്ളോ അതോ എല്ലാ രാത്രിയിലും ഇവിടെ തന്നെയാണോ? അങ്ങനെ വാശി പിടിപ്പിക്കരുത്. ചിലപ്പോ ഞാൻ ഇവിടെ ഒരു കുടിൽ കെട്ടിക്കളയും. ആ? എന്നിട്ട് ഇതിലൊന്നിച്ച് പാർക്കാന്ന് പറഞ്ഞളയും. തന്നെ താൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും തൽക്കാലത്തേക്ക് അവസാനിച്ചു. ജ്യോതിമോളുടെ കല്യാണം കഴിഞ്ഞു, നിത്യയെ ഹരിയെ ഏൽപ്പിച്ചു. ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഇനിയിപ്പോ പിള്ളേർ അവരവരുടെ സന്തോഷത്തിനൊപ്പം പോകുമ്പോ നമുക്ക് നമ്മുടെ സന്തോഷത്തിലേക്ക് തിരിച്ചെത്തണ്ടേ? അപ്പൊ ഇതൊക്കെയായിരുന്നു മനസ്സിലല്ലേ? പിന്നല്ലാതെ. എടോ, ഈ മുഖത്തോട് മുഖം നോക്കി കരച്ചിൽ മാത്രമല്ലാത്ത ജീവിതമുണ്ടോ? നമുക്കൊന്ന് ചിരിക്കണ്ടേ? എടോ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. രഘുവേട്ടന്റെ പെരുമാറ്റം കണ്ടിട്ടേ കൈവിട്ടു പോകുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അതൊന്നും അല്ലടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം. എന്ന് പറഞ്ഞാല് വല്ല ബീച്ചിലോ പാർക്കിലോ വേണമെങ്കിൽ ഒരു സിനിമയ്ക്കോ ഒക്കെ പോവാം. എന്നിട്ടേ ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോ വേണമെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോവാം. എന്നിട്ട് അവിടെ താമസിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ഇങ്ങ് തിരിച്ചു വന്നാ മതി. എന്താ, തനിക്ക് താല്പര്യമില്ലേ? എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതല്ല, രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ സന്തോഷം. എടോ, ഹരി തുടങ്ങി വച്ചിരിക്കുന്നേ വലിയൊരു സംഭവമാ. അവനെ സംബന്ധിച്ചിടത്തോളം അതിനെത്ര ഉയരമുണ്ടോ അതവൻ കീഴടക്കിയിരിക്കും. നമ്മൾ അവന്റെ കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതി. കൂട്ടത്തില് നമുക്ക് നഷ്ടപ്പെട്ട കുറെ വർഷങ്ങളുണ്ട്. നമുക്കതൊന്ന് തിരിച്ചു പിടിക്കണം സുജാതെ. ഈ വയസ്സാം കാലത്ത് ക്ഷേത്രങ്ങളും പുരാണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് മാത്രം നടന്നാ പോരാ. വയസ്സായിട്ടില്ലാന്ന് അങ്ങ് വിചാരിക്കുക. ആഘോഷങ്ങൾ തനിയെ വന്നോളൂ. ശരി. അല്ല, ചെറുപ്പമാകുമ്പോഴേ ഞാൻ ഇതേ ഡ്രസ് തന്നെ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വേണമെങ്കിലേ താൻ ചുരിദാറിട്ടോ, അല്ലെങ്കിലേ ജീൻസും ടോപ്പ് ഇട്ടോ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ? അത്രയ്ക്കൊന്നും വേണ്ട. ഇതിൽ കൂടുതൽ പ്രായം കുറഞ്ഞാലേ അപകടം. അതുകൊണ്ട് മോനെ രഘു ഒന്ന് അടങ്ങ്. സുജാതെ ഇവിടെ ഇരിക്കേ. ഇപ്പോഴാടോ രഘുവിനോട് താൻ കട്ടക്ക് പിടിക്കുന്നത്? ഇത് മതി.